ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആട്ടോ. ഒരു ബർഫി റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലഡുവൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ടേസ്റ്റുള്ള ഒരു ബർഫി ആട്ടോ. വെറും 5 മിനിറ്റ് മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുന്നവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബർഫി വെറും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. കപ്പ് കയ്യിലില്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ഏലക്കായ. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലിട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാനിവിടെ 1 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത്. കടലമാവ് നമുക്കൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കട്ടയൊക്കെ കാണും, മസ്റ്റാണത്. അപ്പോൾ നമ്മളത് കട്ടയൊന്നും ഇല്ലാണ്ട് അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മളൊരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ഒഴിച്ചില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടലമാവ് ഇട്ടിട്ട് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് എങ്കിലും ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, നന്നായിട്ട് ആ നെയ്യൊക്കെ ഇതിൽ പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വേണം 2 മിനിറ്റോളം നമുക്കിത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഒരിക്കലും തീ കൂട്ടരുത്. നിങ്ങൾ സമയം ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇതിപ്പോൾ കറക്റ്റ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 2 മിനിറ്റ് ആവുന്ന സമയത്ത് തീ കുറച്ച് തന്നെ വെച്ചിരിക്കുക കേട്ടോ, മറക്കല്ലേ. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് സമയമായിട്ട് ഇളക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാലും തേങ്ങയും ഏലക്കായും കൂടെ അടിച്ച് വെച്ചില്ലേ, ആ ഒരു മിക്സ് കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ കുറച്ച് തന്നെ വെക്കുക. നന്നായിട്ട് കട്ടയൊക്കെ മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മളങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു 2-3 പിഞ്ച് യെല്ലോ കളർ ചേർക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ചേർത്താൽ കാണാനൊരു ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ആയി കിട്ടുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറുന്ന സമയത്ത് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. കയ്യിൽ ഒട്ടി പിടിക്കുന്നെങ്കിൽ വേണമെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടവാട്ടോ. പക്ഷേ ഇതിപ്പോൾ ഒട്ടി പിടിക്കുന്നതൊന്നുമില്ല. എന്നിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ് തരികയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത പിസ്ത കൂടി വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വിരുന്നുകാരൊക്കെ വരുന്നു എന്ന് കേട്ടാൽ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.